ജാവ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് അല്ലേ? അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയറിനെ സംബന്ധിച്ചിടത്തോളം ജാവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സീരീസിൽ ജാവ ഒരു 7 പാർട്ടായിട്ട് പഠിക്കാൻ പോവുകയാണ്, വളരെ ഈസിയായി സിമ്പിളായി. സോ വെൽക്കം ടു ദ വീഡിയോ. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മെയിൻലി 2 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: മാനുവൽ ടെസ്റ്റിങ്ങും ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങും. മാനുവൽ ടെസ്റ്റിങ്ങിന് നമുക്ക് പ്രത്യേകിച്ച് ടെക്നിക്കൽ നോളജിന്റെ ആവശ്യമില്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കൽ കരിയർ ആണ്. ഓക്കെ, ബട്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഫ്രെയിം വർക്സിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് യൂസിങ് സെലീനിയം ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ജാവ ഒരു നല്ല ഓപ്ഷൻ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിന് ഒരു ജാവ ഡെവലപ്പേഴ്സിന് പഠിക്കേണ്ട അത്രയും കോഡിംഗ് നോളജ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. വളരെ ബേസിക്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ജാവ സീരീസിൽ പഠിക്കേണ്ടത്, അതുപോലെ ഒരു ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് കരിയറിന് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഈ ഒരു സീരീസിൽ ഫസ്റ്റ് പാർട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ ആണ്. സെക്കൻഡ്, വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. പാർട്ട് 3, കൺട്രോൾ ഫ്ലോ ആൻഡ് മെത്തേഡ്സ്. പാർട്ട് 4, oops ബേസിക്സ് ഫോർ ടെസ്റ്റേഴ്സ്. പാർട്ട് 5, കളക്ഷൻസ് ആൻഡ് എക്സെപ്ഷൻസ്. പാർട്ട് 6, ഫയൽ ഹാൻഡ്ലിംഗ് ആൻഡ് എ മിനി പ്രോജക്റ്റ്. പാർട്ട് 7, ജാവ ഇൻ ടെസ്റ്റിംഗ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ ഒരു 7 പാർട്ടിലൂടെ നിങ്ങൾ ഇനിയും വളരെ സിമ്പിൾ ആയിട്ട് ജാവ പഠിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ജാവ? എന്താണ് ജാവ എന്ന് പറഞ്ഞാൽ? ജാവ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേഴ്സറ്റൈൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് ജാവ ഈസ് എ ഹൈ ലെവൽ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവ ആർക്ക് വേണമെങ്കിലും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റുന്നതും അതേപോലെ തന്നെ ഒബ്ജക്റ്റിനെ, റിയൽ വേൾഡ് ഒബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഉദാഹരണം, ഒരു സ്റ്റുഡൻറ്, ഒരു കാർ, ഒരു സ്കൂൾ, ഇങ്ങനെയുള്ളതാണ് റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റിയൽ വേൾഡ് ഒബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്. അതേപോലെ C++ പോലെയുള്ള കുറച്ച് കട്ടിയേറിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ. അതേപോലെ ജാവയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് റൈറ്റ് വൺസ് റൺ എനിവെയർ. അതായത് ജാവ നിങ്ങളൊരു മെഷീനിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിംഗിൾ പ്രോഗ്രാം നിങ്ങൾക്ക് വേറെ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ ഏതൊരു മെഷീനിലോ നിങ്ങൾക്ക് റൺ ചെയ്യാം എന്നുള്ളതാണ് ജാവയുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഹൗ ജാവ വർക്ക്സ്, എങ്ങനെയാണ് ജാവ വർക്ക് ചെയ്യുന്നത്? ജാവ കോഡ് ഫസ്റ്റ് ബൈറ്റ് കോഡായിട്ട് കമ്പൈൽ ചെയ്യുന്നു. എന്താണ് ജാവ കോഡ്? നിങ്ങൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞു. നമ്മളിപ്പോൾ ജാവ കോഡ് ബൈറ്റ് കോഡായിട്ട് കമ്പൈൽ ചെയ്യുന്നു. ഈ ബൈറ്റ് കോഡിനെ JVM ഇട്ട് റൺ ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ജാവയുടെ വർക്കിംഗ്. ഇത് നമുക്ക് എങ്ങനെ ഒന്ന് റിയൽ ആയിട്ടൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഒരു മൂവിയും ഒരു DVD പ്ലെയറും നമുക്ക് ആലോചിക്കാം. മൂവി എന്ന് പറയുന്നത് ഒരു ജാവ പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു DVD പ്ലെയർ ഉണ്ട്. അതാണ് ജാവ വിർച്വൽ മെഷീൻ അല്ലെങ്കിൽ JVM. അപ്പം ഈ DVD പ്ലെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് TV-യിൽ വേണമെങ്കിലും ഈ മൂവി അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് മൂവി പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ലൈക്ക് വൈസ് ഈ ഒരു JVM ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാവ പ്രോഗ്രാമിനെ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ ഏതൊരു മെഷീനിലോ റൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. സോ ഫസ്റ്റ് നിങ്ങൾ എടുക്കുന്ന ജാവ പ്രോഗ്രാം ഒരു ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലേറ്റർ ആണ്. സോ ഈ ബൈറ്റ് കോഡ് JVM-ൽ റൺ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ കമ്പൈലറിന് മനസ്സിലാകുന്നത്. ഇനി ജാവയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സെയിം കോഡ് ക്യാൻ ബി റൺ ഓൺ എനി ഡിവൈസ്. ഏതൊരു ഡിവൈസിൽ വേണമെങ്കിലും നമുക്ക് ഈ സെയിം കോഡ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ജാവ ഇത്ര ഫേമസ് ആയിട്ടുള്ളത്. അപ്പം ബിഫോർ ജാവ എന്തായിരുന്നു സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനും അല്ലെങ്കിൽ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രോഗ്രാമിംഗ് കോഡുകൾ എഴുതേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇത് ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഓരോ സിസ്റ്റത്തിനും വേണ്ടിയിട്ടും സ്പെസിഫിക് ആയിട്ട് പ്രോഗ്രാം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെക്ടിക് ആയതുകൊണ്ട്
അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ എന്ന രീതിയാണ് ജാവ വരുന്നത്. അപ്പൊ ജാവയിൽ പ്രോഗ്രാം നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ജാവ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ റൺ ഓൺ എനി മെഷീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിൽ, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, വെദർ ഇറ്റ് ഈസ് മാക്, ലിനക്സ് ഓർ വിൻഡോസ്, ഏതൊരു ഡിവൈസോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ആ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശിക്കുന്നത്. ഇനി വൈ ജാവ ഫോർ ടെസ്റ്റേഴ്സ്? ജാവ ഇസ് എ സിമ്പിൾ ലാംഗ്വേജ്. നേരത്തെ പറഞ്ഞതുപോലെ C++ പോലെയുള്ള ലാംഗ്വേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ജാവ വളരെ സിമ്പിൾ ആണ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്, അതായത് നേരത്തെ നമ്മളെ ജാവയുടെ മെയിൻ പ്രിൻസിപ്പിൾ പറഞ്ഞു, റൈറ്റ് വൺസ് റൺ എനിവെയർ. അതുകൊണ്ട് തന്നെ ഏതൊരു പ്ലാറ്റ്ഫോമിലും ഇത് നിങ്ങൾക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ നെക്സ്റ്റ് വൺ is strongly typed and OOP. What is this OOP? That is Object Oriented Programming Language. സോ നമ്മൾ നേരത്തെ കോണ്ടന്റിലും കണ്ടായിരുന്നു OOP എന്ന് പറഞ്ഞിട്ട്. OOPs എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ജാവ ലാംഗ്വേജ് കംപ്ലീറ്റ്ലി ഉള്ളത്. ആ ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് എഴുതുമ്പോൾ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. റിച്ച് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. സോ ജാവ എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് യൂസേഴ്സ് ജാവയ്ക്കുണ്ട്. അതേപോലെ ഇപ്പൊ സെലീനിയം, ഓട്ടോമേഷൻ യൂസിങ് സെലീനിയം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സെലീനിയത്തിലെ മിക്കവാറുമുള്ള ലൈബ്രറീസ്, ഇപ്പൊ ക്യുക്കംബർ ഫ്രെയിംവർക്ക്, ടെസ്റ്റ്എൻജി ഫ്രെയിംവർക്ക്, ഏതൊരു ഫ്രെയിംവർക്ക് എടുത്തോ അങ്ങനെയുള്ള ഏത് ലൈബ്രറീസും ജാവയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു റിച്ച് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ജാവയ്ക്കുണ്ടെന്ന്. ദെൻ കംസ് ഇൻഡസ്ട്രി അഡോപ്ഷൻ. സോ മിക്കവാറുള്ള നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് ഫ്രെയിംവർക്സ് യൂസ് ചെയ്യാറുണ്ട്. ടെസ്റ്റ്എൻജി, ക്യൂക്കംബർ, APM, സെലീനിയം. സോ ഇതെല്ലാം തന്നെ ജാവയെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ടെസ്റ്റേഴ്സ് കൂടുതലായിട്ടും ജാവ തന്നെ പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരുപാട് അങ്ങ് തിയറട്ടിക്കലായിട്ട് പോകുന്നതിനെക്കാട്ടിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ട് പോകുന്നതാണ് ബെറ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് ജാവ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ജാവ നമുക്ക് വെറുതെ, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മളിപ്പോൾ ഒരു ജാവ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലേ. അപ്പം മലയാളം എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. പക്ഷെ ഈ മലയാളം ലാംഗ്വേജ് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഒന്നിൽ വേറൊരാളോട് സംസാരിച്ച് പറയാം, അല്ലെങ്കിൽ അത് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഓൺ എനിത്തിങ് അല്ലെ. ഒരു മീഡിയം വേണം നമുക്ക്. അങ്ങനെ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മളുടെ സിസ്റ്റത്തിനെ മനസ്സിലാക്കണമെങ്കിൽ അവിടെ നമുക്ക് ഒരു എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എഡിറ്റർ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ അല്ലെങ്കിൽ ഒരു മീഡിയം വേണം അല്ലെ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയമാണ് എക്ലിപ്സ് അല്ലെങ്കിൽ ഇന്റലിജെ പോലെയുള്ള കോഡ് എഡിറ്റേഴ്സ്. നമ്മളിവിടെ എക്ലിപ്സിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജാവയുടെ ഡൗൺലോഡും എക്ലിപ്സിന്റെ ഡൗൺലോഡും എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതേപോലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ദെൻ you have to write JDK download. Okay, so what is this JDK? JDK എന്ന് പറഞ്ഞാൽ ഐഡിയലി ജാവ ഡെവലപ്മെന്റ് കിറ്റ് ആണ്. ഈ JDKക്കുള്ളിൽ എന്തെല്ലാമാണോ നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതാനായിട്ട് ആവശ്യമുള്ളത് ഇത് കംപ്ലീറ്റ്ലി അടങ്ങിയ ഒരു പാക്കേജ് ആണ്. ലൈക്ക് JVM, JRE ഇങ്ങനെയുള്ള കംപ്ലീറ്റ് പാക്കേജ്, എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു പാക്കേജ് ആണ് JDK അഥവാ ജാവ ഡെവലപ്മെന്റ് കിറ്റ്. സോ നിങ്ങളൊരു ഡെവലപ്മെന്റ് ഫീൽഡിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് JDK ഇല്ലാതെ പ്രോഗ്രാം എഡിറ്റ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റില്ല. സോ JDK ഡൗൺലോഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു ലിങ്ക് ഉണ്ട്, അതായത് ഒറാക്കിൾ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് കറന്റ്ലി ജാവ അക്വയർ ചെയ്തിരിക്കുന്നത് ഒറാക്കിൾ ആണ്. സോ ദേ ആർ പ്രൊവൈഡിങ് അസ് ജാവ. സോ അതിൽ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജാവ ഡൗൺലോഡ്സ്. സോ ഒറാക്കിളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വന്നു, ഡൗൺലോഡ് പേജിലേക്ക് വന്നു. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് JDK. സോ കറന്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള JDK 25 JDK 21 ആണ്. സോ JDK 25 ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് ലേറ്റസ്റ്റ് വേർഷൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, സോ JDK 25 സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ലിനക്സ്, മാക് OS ആൻഡ് വിൻഡോസ്. അപ്പം നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള JDK ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ വിൻഡോസ് സെലക്ട് ചെയ്യുക.
വിൻഡോസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 ലിങ്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. x64 കംപ്രസ് ടാക്ക് ആർക്കൈവ്, x64 ഇൻസ്റ്റാളർ ആൻഡ് x64 MSI ഇൻസ്റ്റാളർ. സോ ഇവിടെ നിന്ന് നമുക്ക് x64 MSI ഇൻസ്റ്റാളർ ആണ്, ദാറ്റ് ഇസ് മൈക്രോസോഫ്റ്റ് ഇൻസ്റ്റാളർ ആണ് നമുക്ക് വേണ്ടത്. സോ ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ജാവ ഫയല് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവുന്നു. ഓക്കെ, വിൻഡോസ് മെഷീൻ ആണെങ്കിൽ x64 MSI ഇൻസ്റ്റാളർ ഇതിന്റെ കറസ്പോണ്ടിങ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഈ JDK ഫയല് MSI ഫയല് നമുക്കിവിടെ ഡൗൺലോഡ് ആയി അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ ഫോൾഡറിൽ നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തു. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സോ ഇതേപോലെ ഉള്ള ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് വെൽക്കം ടു ദ ഇൻസ്റ്റാളേഷൻ വിസാർഡ് ഫോർ ജാവ ഡെവലപ്മെന്റ് കിറ്റ് 25. ഓക്കെ, സോ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ദ ലൊക്കേഷൻ ഓഫ് യുവർ ജാവ, നിങ്ങൾക്ക് അത് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എൽസ് നമുക്ക് സിയിൽ ബൈ ഡിഫോൾട്ട് എവിടെയായിരിക്കും ജാവയുടെ ഫയൽ കിടക്കുന്നത്? ബൈ ഡിഫോൾട്ട് എവിടെയായിരിക്കും ജാവയുടെ ഫയൽ കിടക്കുന്നത്? സോ സിയിൽ പ്രോഗ്രാം ഫയൽസിൽ ജാവ എന്ന് പറയുന്ന ഫോൾഡറിൽ JDK 25 എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലായിരിക്കും ഈ ഒരു MSI ഫയൽ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ എസ് കൊടുക്കുക. സോ ഫയൽസ് എല്ലാം കോപ്പി ആവാണ്. എക്സ്ട്രാക്ടിങ് ഇൻസ്റ്റാളർ. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ ജാവയുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയോ എന്ന് എൻഷുർ ചെയ്യാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. CMD എന്ന് കൊടുക്കുക. സോ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആകും. സോ ജാവ സ്പേസ് -version. സോ വൺസ് നമ്മൾ ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിൽ ഏത് ജാവ വേർഷൻ ആണോ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ വിസിബിൾ ആവും. ഓക്കെ, ഇപ്പോൾ ഞാൻ ജാവ വേർഷൻ 25 ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാവ വേർഷൻ 25 2025 9/16 അതെന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് ടൈം സപ്പോർട്ട്. അതാണ് ജാവ വേർഷൻ. ഈ ഒരു വേർഷൻ റിലീസായ ഡേറ്റ് ആണ്. സോ ജാവ SC റൺ ടൈം എൻവയോൺമെന്റ്, അതിന്റെ ബിൽഡിന്റെ ഡീറ്റെയിൽസ്, ജാവ ഹോട്ട്സ്പോട്ട് 64-bit സെർവർ VM. ഓക്കെ, ബിൽഡിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം ജാവ ഇവിടെ ഇൻസ്റ്റാൾ ആയി. ഇപ്പം ഇൻ കേസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ജാവ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഇതുപോലെ ജാവ -version കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇൻ കേസ് ജാവ ഇൻസ്റ്റാൾഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വേർഷൻ ഡീറ്റെയിൽസ് അവിടെ വിസിബിൾ ആകില്ല. ഓക്കെ, അപ്പോൾ ജാവയുടെ ഇൻസ്റ്റലേഷൻ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് തീർന്നില്ല. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജാവയുടെ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം എൻവയോൺമെന്റ് വേരിയബിൾസിൽ. സോ നമ്മൾ എഡിറ്റ് എൻവയോൺമെന്റ് വേരിയബിൾസ്, എഡിറ്റ് സിസ്റ്റം എൻവയോൺമെന്റ് വേരിയബിൾസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക കൺട്രോൾ പാനലിനുള്ളിൽ. സോ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആവും. ദാറ്റ് ഇസ് ദ സിസ്റ്റം പ്രോപ്പർട്ടീസ് വിൻഡോ. ഇവിടെ നിങ്ങൾക്ക് എൻവയോൺമെന്റ് വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. സോ ഇൻസൈഡ് അഡ്വാൻസ്ഡ്, ഓക്കെ, അഡ്വാൻസ്ഡ് ടാബിനുള്ളിൽ എൻവയോൺമെന്റ് വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 2 വേരിയബിൾ സെറ്റ് ചെയ്യണം, യൂസർ വേരിയബിളും സിസ്റ്റം വേരിയബിളും. ഓക്കെ, സോ യൂസർ വേരിയബിളിൽ നിങ്ങൾ എന്താ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലിക്ക് ഓൺ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വേരിയബിൾ നെയിം കൊടുക്കുക, വേരിയബിൾ വാല്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ജാവയുടെ വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് എഡിറ്റ് കൊടുത്തതാണ്. ഇല്ലെങ്കിൽ ന്യൂ കൊടുക്കുക. എന്നിട്ട് വേരിയബിൾ നെയിം java_home കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വേരിയബിൾ വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണോ നിങ്ങൾ ജാവ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നത് ആ ഒരു ലൊക്കേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ജാവ ഡൗൺലോഡ് ചെയ്ത് നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുന്നത് സിയില് പ്രോഗ്രാം ഫയൽസിൽ ജാവ ഫോൾഡറിനുള്ളിൽ JDK 25 അല്ലേ. അപ്പോൾ ഈ ഒരു ലൊക്കേഷനാണ് നമുക്കിവിടെ കോപ്പി ചെയ്യേണ്ടത്. സോ ഈ അഡ്രസ് ബാറിൽ നിന്ന് ലൊക്കേഷൻ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം വേരിയബിൾ വാല്യൂ ആയിട്ട് നമുക്ക് ആ ഒരു JDK 25ന്റെ ആ ഒരു ലൊക്കേഷൻ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇതാണ് യൂസർ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വേരിയബിൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ സിസ്റ്റം വേരിയബിൾസിനുള്ളിൽ പാത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സോ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഒരു എഡിറ്റ് എൻവയോൺമെന്റ് വേരിയബിൾ എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് ന്യൂ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബിൻ ഫോൾഡർ, അതായത് നമ്മൾ ഈ ഒരു JDK ഫയലിനുള്ളിൽ ഒരു ബിൻ ഫോൾഡർ ഉണ്ട്. ഈ ബിൻ ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫയൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ബിൻ ഫോൾഡർ വരെയുള്ള പാത്ത് നമ്മൾ എവിടെ കൊടുക്കണം? നമ്മളുടെ പാത്ത് ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ പോകുമ്പോൾ, അതായത് എഡിറ്റ് എൻവയോൺമെന്റ് വേരിയബിൾ എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയിൽ ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബിൻ ഫോൾഡറിന്റെ പാത്ത് ഇവിടെ സെറ്റ് ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ എപ്പോഴെങ്കിലോ ഈ ജാവ ഓൾറെഡി നമ്മൾ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ അവിടെ കാണാം. ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും C പ്രോഗ്രാംസ് ജാവ JDK 24 ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പം കറന്റ്ലി ഇല്ല, പക്ഷെ പാത്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കേസിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ജസ്റ്റ് എഡിറ്റ് കൊടുത്താൽ മതി. എഡിറ്റ് ചെയ്തിട്ട് നമ്മളുടെ പുതിയ പാത്ത് അവിടെ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇൻ കേസ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ന്യൂ കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ബിൻ വരെയുള്ള പാത്ത്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എൻവയോൺമെന്റ് വേരിയബിൾ സെറ്റ് ചെയ്യുമ്പോൾ യൂസർ വേരിയബിളിൽ അപ് ടു JDK ഫോൾഡർ വരെയുള്ള പാത്തും അതുപോലെ സിസ്റ്റം വേരിയബിൾസ് വരുമ്പോൾ ബിൻ വരെയുള്ള പാത്തുമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഓക്കെ കൊടുക്കുക. ദെൻ എൻവയോൺമെന്റ് വേരിയബിൾസ് എല്ലാം സെറ്റ് ചെയ്തു. ഓക്കെ, സിസ്റ്റം പ്രോപ്പർട്ടീസ് ഡയലോഗ് ബോക്സ് ഓക്കെ കൊടുക്കാം. ഇപ്പം നമ്മൾ ജാവയിൽ എൻവയോൺമെന്റ് വേരിയബിൾസ് സെറ്റ് ചെയ്തതിന് ശേഷം എന്താ ചെയ്തത്? കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ജാവ പ്രോഗ്രാം അല്ലെങ്കിൽ ജാവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് എഴുതണമെങ്കിൽ എന്താ വേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോഡ് എഡിറ്റർ വേണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഈ കോഡ് എഡിറ്ററിനെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? എക്ലിപ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ എക്ലിപ്സിനെയും കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, എക്ലിപ്സ് ഡൗൺലോഡ് എന്ന് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു എക്ലിപ്സ് ഫൗണ്ടേഷന്റെ ഒരു ലിങ്ക് കാണാം, എക്ലിപ്സ് ഡൗൺലോഡ്സ് എക്ലിപ്സ് ഫൗണ്ടേഷൻ. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റാൾ യുവർ ഫേവറേറ്റ് ഡെസ്ക്ടോപ്പ് IDE പാക്കേജസ് എന്ന്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എക്ലിപ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ വരും. ഇവിടെ വിൻഡോസ് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഡൗൺലോഡ് x86 64 ബിറ്റിനുള്ളതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു പേജിലേക്കാണ് ഇത് ലാൻഡ് ചെയ്യുന്നത്. സോ ഇവിടുന്ന് ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് എക്ലിപ്സിന്റെ ഫയലും ഡൗൺലോഡ് ആയിരിക്കും. ഈ ഒരു EXE ഫയലാണ് ഡൗൺലോഡ് ആകുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വൺസ് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യുക? ഫോൾഡറിലേക്ക് പോവുക. ഫോൾഡറിലേക്ക് പോയിട്ട് വളരെ ഈസിയാണ് എക്ലിപ്സിന്റെ ഇൻസ്റ്റാളേഷനും. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്ലിപ്സ് ഇൻസ്റ്റാളർ ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എക്ലിപ്സ് ഇൻസ്റ്റാളർ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അധികം ഒരുപാട് ഓപ്ഷൻസ് കാണാം അല്ലെ. ഇതിൽ ഏതാ സെലക്ട് ചെയ്യേണ്ടത്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ജാവ ഡെവലപ്പേഴ്സ് ആണെങ്കിലും നമ്മൾ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? ഇവിടെ എക്ലിപ്സ് IDE ഫോർ ജാവ ഡെവലപ്പേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾ C++ ഡെവലപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്ലിപ്സ് IDE ഫോർ C++ എടുക്കാം. അപ്പൊ നിങ്ങളുടെ ഏതാണ് PHP ആണെന്നുണ്ടെങ്കിൽ എക്ലിപ്സ് IDE ഫോർ PHP സെലക്ട് ചെയ്യാം. സോ ഇപ്പൊ നമ്മള് ജാവ ഡെവലപ്പേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്, എക്ലിപ്സ് IDE ഫോർ ജാവ ഡെവലപ്പേഴ്സ്. സോ നമ്മൾ ജാവ ഡെവലപ്പേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാം ജാവ വെർച്വൽ മെഷീന്റെ വേർഷൻ, അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ഫോൾഡർ, ഇതെങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളുടെ എക്ലിപ്സ് IDE ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലോഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്ലിപ്സ് നമുക്ക് ലോഞ്ച് ചെയ്യാം. സോ ഇത് ലോഞ്ച് ആകാനും ഒരു 2 minutes മാക്സിമം എടുക്കും. ഓക്കെ, സോ ഇവിടെ ഒരു എക്ലിപ്സ് IDE ലോഞ്ചർ നമുക്ക് വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ ഡിഫോൾട്ടായിട്ട് ഈ ഒരു ലോഞ്ച് ചെയ്യണോ എന്നുള്ള ഒരു രീതി ഒരു കണ്ടീഷൻ പോലെ ചോദിച്ചിരിക്കണം. അപ്പം നമുക്കിവിടെ ഒരു യൂസ് ദിസ് ആസ് ഡിഫോൾട്ട് ആൻഡ് ഡു നോട്ട് ടാസ്ക് അഗെയിൻ മാർക്ക് ചെയ്യാം, എന്നിട്ട് ലോഞ്ച് കൊടുക്കാം. കണ്ടിന്യൂ. ഓക്കെ, സോ നമ്മളുടെ എക്ലിപ്സ് IDE ഇവിടെ ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പൊ ഇതേപോലൊരു ഇന്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. സോ ഇനി എങ്ങനെയാണ് ഒരു പുതിയ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. സോ
നമ്മൾ ഇനി ഫസ്റ്റ് ജാവ പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. അപ്പം അതിനായിട്ട് നമ്മളുടെ എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഫയൽ, ന്യൂ പ്രോജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ജാവ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സോ ജാവ പ്രോജക്റ്റിന്റെ പേര് കൊടുക്കുക. സോ ഞാൻ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ വേറെ ഒന്നും ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ജസ്റ്റ് ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റിൽ നോക്കിയാൽ കാണാം കുറേ പ്രോജക്റ്റ് ഫോൾഡേഴ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതെല്ലാം ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന പ്രോജക്ട്സ് ആണ്. അപ്പൊ നമുക്ക് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റ് അല്ലെ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ ഒരു JRE സിസ്റ്റം ലൈബ്രറി ഉണ്ട്, പിന്നെ ഒരു SRC ഫയൽ ഉണ്ട്. സോ ഈ JRE സിസ്റ്റം ഫയൽ ലൈബ്രറി ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ലൈബ്രറീസ്. നമ്മൾ ഈ ഒരു JDKയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ JRE ഫയൽസ് ലൈബ്രറീസ് ആണ് ഇതിനുള്ളിലുള്ളത്. ഓക്കെ, സോ ഈ ലൈബ്രറീസിന്റെ ഹെൽപ്പോട് കൂടിയേ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഈ SRC ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ന്യൂ ക്ലാസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ജാവ പ്രോഗ്രാംസ് ഓരോ ക്ലാസ്സിനുള്ളിലാണ് എഴുതുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് നെയിം ഫസ്റ്റ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങിന്റെ കാര്യം പിന്നീട് പഠിക്കാം. അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള ലെവലിൽ നമുക്കൊരു ഹലോ വേൾഡ് പ്രോഗ്രാം ചെയ്യാം. സോ ഞാനിവിടെ ക്ലാസിന്റെ പേര് ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്. ദെൻ ഫിനിഷ് കൊടുക്കുകയാണ്. ഓക്കെ, സോ നമ്മുടെ പ്രോഗ്രാമിന്റെ ടെംപ്ലേറ്റ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നോർമലി നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തുള്ളൊരു മെയിൻ മെത്തേഡ് ഫോം ചെയ്തിട്ടാണ് ജാവ പ്രോഗ്രാംസ് എഴുതുന്നത്. അത് നമ്മൾ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ പറഞ്ഞു തരാം. പക്ഷേ ജാവയുടെ ഒരു എന്താ പറയുന്നത്, വളരെ ഒരു ഹെൽപ്പ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഓൾറെഡി ഫോം ചെയ്യാം. അതായത് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ GUIയിൽ നിന്ന് തന്നെ നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെയിൻ മെത്തേഡും ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഞാനൊരു ഫസ്റ്റ് പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു വേർഡിനെ അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് ഒരു സെന്റൻസ് പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒരു സെന്റൻസിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ system.out.println എന്താണോ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത് ആ ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഇതിനുള്ളിൽ കൊടുക്കാം. സോ ഞാനിവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഓരോ വേർഡ് ടൈപ്പ് ചെയ്യുമ്പോഴും അതിന്റെ നെക്സ്റ്റ് എന്താണോ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം സിസ്റ്റം എന്ന് കൊടുക്കുമ്പോൾ തന്നെ സിസ്റ്റം ഡോട്ട് എന്ന് കൊടുത്തപ്പോൾ തന്നെ നെക്സ്റ്റ് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് ഇവിടെ സജഷൻസ് കാണാം. ഒന്നി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സജഷൻസിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println. ഓക്കെ, സോ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഈ ഡബിൾ കോട്ട്സിനുള്ളിൽ എന്തൊരു വേർഡ് അല്ലെങ്കിൽ എന്തൊരു ഡേറ്റ ആണോ കൊടുക്കുന്നത് അതിനെ നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണിക്കുക. അതാണ് എൻ്റെ ഇവിടുത്തെ റിക്വയർമെന്റ്. ഓക്കെ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്, അതായത് ഔട്ട്പുട്ട് ആയിട്ട് നമുക്കൊരു പുതിയ ലൈനിൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, ഹലോ വേൾഡ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ജാവ പ്രോഗ്രാം. ഓക്കെ, സോ ഇതാണ് എനിക്കിവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. സോ നമ്മളിത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺസോളിൽ കാണാൻ പറ്റും നമ്മൾ എന്താണോ ഇവിടെ കൊടുത്ത ഡേറ്റ അതേ ഡേറ്റ അതേപോലെ നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. സോ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് റൺ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിൽ നോക്കുകയാണ്, ടോപ്പ് ലെഫ്റ്റിൽ നിങ്ങളുടെ ഈ ഒരു മെനു ബാറിന്റെ തൊട്ട് താഴെ ഇവിടെ ഒരു റൺ ഐക്കൺ ഉണ്ട്. സോ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ പ്രോഗ്രാം റൺ ചെയ്യും. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന സിസ്റ്റം, ഔട്ട്, പ്രിന്റ് ഇതെല്ലാം പ്രീഡിഫൈൻഡ് വേർഡ്സ് ആണ്. ഓക്കെ, റിസർവ്ഡ് വേർഡ്സ് ആണ്. ഇതിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഔട്ട്പുട്ട് കിട്ടില്ല, എറർ ആയിരിക്കും. അതേപോലെ നമ്മളൊരു സെന്റൻസിന്റെ എൻഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലും നമ്മൾ മലയാളം ലാംഗ്വേജ് ഒക്കെ എഴുതുന്ന സമയത്ത് ഒരു സെന്റൻസിന്റെ എൻഡിൽ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ ഈ ജാവയിലെ ഈ ഒരു പെർട്ടിക്കുലർ സെമി കോളൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സെമി കോളൻ ഇവിടെ മിസ്സാക്കി എന്ന് വെച്ചോ, എന്നിട്ട് ഞാൻ സേവ് ചെയ്യാണ്, എഗെയിൻ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു എറർ, ഒരു എക്സെപ്ഷൻ അവിടെ വന്ന്, അല്ലെങ്കിൽ ഒരു കമ്പായിലേഷൻ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, സിൻടാക്സ് എറർ, ഇൻസേർട്ട്, അവരുടെ സജഷനും നമുക്ക് വന്നിട്ടുണ്ട് എന്താണ് എറർ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു എഡിറ്ററിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫോർ ദ ലൈൻ 6th ലൈനിൽ നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്, സിൻടാക്സ് എറർ ഉണ്ട് എന്നുള്ള ലെവലിൽ. ഓക്കെ, സോ ഇൻസേർട്ട് സെമികോളൻ ടു കംപ്ലീറ്റ് ദ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്. ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സെമികോളൻ അവിടെ കൊടുക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ പ്രോഗ്രാം ആവുള്ളൂ എന്ന് പറയാം. ഇനി ഇതിനെ ജസ്റ്റ് സേവ് ചെയ്ത് ഒന്നുകൂടെ റൺ ചെയ്ത് കാണിക്കാം. സോ ഹിയർ ഈസ് അവർ ഫസ്റ്റ് പ്രോഗ്രാം. ഇനി നമ്മൾ പ്രോഗ്രാം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു നമ്മൾ സെന്റൻസ് എൻഡ് ചെയ്യുമ്പോൾ ഫുൾ സ്റ്റോപ്പ് എങ്ങനെയാണോ ഫംഗ്ഷൻ ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് നമ്മളുടെ ജാവയിൽ സെമികോളൻ വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള പാർട്ടാണ് വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്. സോ നമ്മൾ എങ്ങനെയാണോ ഒരു ലാംഗ്വേജിൽ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കേസ് വരുമ്പോൾ പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്ട് ഈസ് എ വേരിയബിൾ? നമ്മൾ മാത്തമാറ്റിക്സിൽ ആൾജിബ്ര ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ x is equal to 10, y is equal to 12 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? x is equal to 10 എന്ന് വരുമ്പോൾ ഈ x എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ എവിടെ ഒരു പ്രോബ്ലത്തിൽ എവിടൊക്കെ വന്നാലും അവിടെ നമ്മൾ ആ 10 എന്നുള്ള വാല്യൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതേ സെയിം സംഭവം തന്നെയാണ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിലെ വേരിയബിളും. സോ പ്രോഗ്രാമിംഗിൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെമ്മറിയിലെ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ ആണെന്ന് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ഇൻഡ് ഏജ് ഇസ് ഈക്വൽ ടു 25. ഇപ്പോൾ എക്സും വൈയും പിയും ക്യൂവും ഒക്കെ നമ്മൾ പറഞ്ഞ അതേ സംഭവമാണ് ഇവിടെ ഏജ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഏജ്, നെയിം, പാസ്വേഡ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ടെൻഷൻ ആവണ്ട. ഈ വേരിയബിൾസ് ആണ് ഈ ഏജ്, നെയിം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇൻഡ് ഏജ് ഈക്വൽ ടു 25. അപ്പൊ ഇവിടെ ഏജ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 10, വൈ ഇസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മളുടെ വേരിയബിൾ ആണ് ഏജ് എന്ന് പറയുന്നത്. സ്ട്രിംഗ് നെയിം ഈക്വൽ ടു ദേവിക, ഇവിടെ നെയിം എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ആണ്. ഇനി നമ്മളിവിടെ നോക്ക്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് നെയിം ഈക്വൽ ടു പ്ലസ് നെയിം. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളിവിടെ ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തതുപോലെ ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഈ ഡബിൾ കോട്ട്സിനുള്ളിൽ എന്ത് ഡേറ്റ കൊടുത്താലും അത് കൺസോളിൽ പ്രിന്റ് ആവുമെന്ന് പറഞ്ഞു. ഇവിടെ കൺസോളിൽ പ്രിന്റ് ആവുന്ന എന്താണ്? നെയിം. നെയിമിന്റെ കൂടെ ഒരു കോളനും കൂടി പ്രിന്റ് ആവുന്നു. പ്ലസ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും നെയിം വന്നിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓൾറെഡി സ്ട്രിംഗ് നെയിം ഈക്വൽ ടു ദേവിക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു പെർട്ടിക്കുലർ നെയിമിന്റെ വാല്യൂ എന്താണ്? ദേവിക. അപ്പോൾ നമ്മുടെ കൺസോളിൽ എന്തായിരിക്കും പ്രിന്റ് ആവുന്നത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അത് പ്രിന്റ് ആവുന്ന എന്താണ്? നെയിം കോളൻ ദേവിക എന്നുള്ളതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ഏജ് ഈക്വൽ ടു പ്ലസ് ഏജ് എന്തായിരിക്കും പ്രിന്റ് ആവുന്നത്? ഏജ് കോളൻ ഏജിന്റെ വാല്യൂ എന്താണ്? 25 ആണ്. അപ്പോൾ ഏജ് കോളൻ 25 എന്നുള്ളതായിരിക്കും അവിടെ പ്രിന്റ് ആവുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടെസ്റ്റ് പാസ്ഡ് ഈക്വൽ ടു പാസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും വന്നിട്ടുള്ളത്? ആ പാസ്റ്റിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണോ അതായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, either ട്രൂ ഓർ ഫോൾസ്. ബൂളിയൻ ആയതുകൊണ്ട് അവിടെ ട്രൂ ഓർ ഫോൾസ് ആണ്. അത് നമ്മൾ ഡേറ്റ ടൈപ്പ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. സോ ഇവിടെ പാസ്ഡിന്റെ വാല്യൂ ട്രൂ ആണ്, അതുകൊണ്ട് തന്നെ ടെസ്റ്റ് പാസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂ എന്നാ വരുള്ളൂ. ഓക്കെ, ഇനിയും രണ്ടാമത് ഡേറ്റ ടൈപ്പ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേരിയബിൾ പഠിക്കുന്നതിന് മുമ്പ് ഡേറ്റ ടൈപ്പ് പഠിക്കുന്നതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. കാര്യം
ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഉള്ളത്. ഒന്ന് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പും രണ്ടാമത്തത് നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പും. സോ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ഡേറ്റ ടൈപ്പ് എന്നൊക്കെ പറയാം. അതിന് എക്സാമ്പിൾ ആണ് ഇൻറ്റ്, ഡബിൾ, ക്യാർ, ബൂളിയൻ. അപ്പം ഈ ഇൻറ്റ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഇൻഡിജേഴ്സ് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഒരു ഇൻഡിജർ വാല്യൂ മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനിയും ക്യാർ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? അതൊരു ക്യാരക്ടർ ആയിരിക്കും, ലൈക്ക് എ, ബി, സി. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിംഗിൾ ക്യാരക്ടർ ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഡേറ്റ ടൈപ്പ് എന്ത് വരും? ക്യാർ എന്നുള്ളത് വരും. ഇനി ഡബിൾ, ഡബിൾ എന്ന് പറയുമ്പോൾ ഡെസിമൽ നമ്പേഴ്സിനെ ആയിരിക്കും അത് ഹോൾഡ് ചെയ്യുന്നത്. ഒരിക്കലും ഇൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 6.5 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ ഡബിൾ അല്ലെങ്കിൽ ഫ്ലോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഡബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഇപ്പൊ സാലറിയുടെ കേസിൽ നമുക്ക് ചിലപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഇപ്പം 35,000.5 എന്നുണ്ടെങ്കിൽ ഡബിൾ സാലറി ഈക്വൽ ടു ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ. ഇനിയും ബൂളിയൻ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആൻസർ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എപ്പോഴും ഐദർ ട്രൂ അല്ലെങ്കിൽ ഫോൾസേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡേറ്റ ടൈപ്പ് ആ ഒരു രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഏജിന്റെ കേസിൽ എന്തായിരിക്കും വരുന്നത്? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ, ഇൻഡ് ആയിരിക്കും വരുന്നത്. ഏജ് ഒരിക്കലും നമ്മൾ 6.5 ഇയർ ആയി എനിക്ക്, അല്ലെങ്കിൽ 30.5 ആയി എന്ന് നമ്മൾ പറയാറില്ല. എപ്പോഴും നമുക്കൊരു ഇൻഡിജർ നമ്പറിലാണ് ഏജ് പറയാറുള്ളത്. അപ്പൊ എപ്പോഴും ഏജ് പറയുമ്പോഴത്തേക്കും എന്താ അവിടെ ഡേറ്റ ടൈപ്പ് വരുന്നത്? ഇൻഡ് എന്നുള്ളതായിരിക്കും. ഇനി മാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ, മാർക്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അവിടെ ഡബിൾ യൂസ് ചെയ്യാം. കാര്യം നമ്മൾ പറയാറുണ്ട് എനിക്ക് 50.5 മാർക്സ് കിട്ടി, 55.6 കിട്ടി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഡേറ്റ ടൈപ്പ് ആയിട്ട് എന്ത് യൂസ് ചെയ്യും? ഡബിൾ യൂസ് ചെയ്യും. ഇനിയും ഒരു ക്യാരക്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എ, ബി, സി, ഡി ലെറ്റേഴ്സ്, ഒരു സിംഗിൾ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? ഈ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ആയിട്ടുള്ള ക്യാർ എന്നുള്ളത് കൊടുക്കും. ഇനി ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂവോ ഫോൾസോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഡേറ്റ ടൈപ്പ് കൊടുക്കേണ്ടത്? ബൂളിയൻ ആണ് കൊടുക്കേണ്ടത്. ഇനിയും സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നോൺ പ്രിമിറ്റീവ് ആണ്. അതിൽ എക്സാമ്പിൾ സ്ട്രിങ് ആണ്. അപ്പം ക്യാരക്ടർ നേരത്തെ ഞാൻ കുറച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതിന്റെ റീസൺ ഇവിടെ ഇപ്പൊ വരുന്നുണ്ട്. സ്ട്രിങ് കൊടുക്കുന്നത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വരുന്ന സമയത്താണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ എൻട്രി എന്ന് പറയുന്നത് സീക്വൻസ് ആണ്, അപ്പോൾ സ്ട്രിങ് കൊടുക്കുക. സോ എൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്? സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ആണ് വരുന്നത് അവിടെ, ENTRI. ആ ഒരു കേസിൽ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? സ്ട്രിങ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആണ് കൊടുക്കേണ്ടത്. ഇനിയും ഓറഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സ്ട്രിങ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ദിസ് ഇസ് എ കൺട്രി എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സ്ട്രിങ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡേറ്റ ടൈപ്പ് എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ വാല്യൂ എന്താണോ എക്സ്പെക്റ്റഡ് അതിനനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. പിന്നെ നോൺ പ്രിമിറ്റീവില് വരുന്നതാണ് അറേസ്, ക്ലാസസ്, ഇന്റർഫേസ്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അറേസും ക്ലാസസും ഇന്റർഫേസസും അത് നമ്മൾ ലേറ്റർ കവർ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് വേരിയബിൾസിനെയും വാല്യൂസിനെയും, രണ്ട് വേരിയബിൾസിനെയും അല്ലെങ്കിൽ വാല്യൂസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സർട്ടൺ സിമ്പിൾസ് ആണ്. കുറച്ചൊക്കെ നമ്മൾ മാത്തമെറ്റിക്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ലൈക്ക് പ്ലസ്, മൈനസ്, ആസ്റ്ററിസ്ക് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആണ്. ദെൻ ഡിവിഷൻ, ദെൻ പേഴ്സൺ, മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതിനാണ് റിമൈൻഡറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ കംസ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ, പ്ലസ് ഓർ ഈക്വൽ ടു, മൈനസ് ഓർ ഈക്വൽ ടു. സോ ഇവിടെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ, പ്ലസ് ഓർ ഈക്വൽ ടു ഓർ മൈനസ് ഓർ ഈക്വൽ ടു. എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 5 എന്നുള്ളതാണ്. പക്ഷെ എ പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ പ്ലസ് 5 എന്നുള്ളതാണ് അർത്ഥം. ലൈക്ക് വൈസ് എ മൈനസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈക്വൽ ടു എ മൈനസ് 5 എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. ദെൻ കംസ് കമ്പാരിസൺ ഓപ്പറേറ്റർ. രണ്ട് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെ നോട്ട് ഈക്വൽ ടു, ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് കംസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അതായത് ഡബിൾ ആംപർസാൻഡ്, പൈപ്പ് സിമ്പിൾ, നോട്ട് സിമ്പിൾ. അപ്പോൾ ഡബിൾ ആംപർസാൻഡ് എന്ന് പറയുന്നത് എന്തിനാണ്? രണ്ട് വാല്യൂവിനെയും കൂടി ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ആംപർസാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ആൻഡിന്റെ ഒരു മീനിങ്. അതുപോലെ തന്നെ ഓർ ഓപ്പറേറ്റർ ആണ് നെക്സ്റ്റ്, അതാണ് പൈപ്പ് സിമ്പിൾ. രണ്ട് പൈപ്പ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഓർ ഓപ്പറേറ്റർ ആണ്.
ദെൻ കംസ് എക്സ്ക്ലമേഷൻ സിമ്പിൾ, ദാറ്റ് ഇസ് ദ നോട്ട്, അല്ല എന്നുള്ള നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമ്പയർ ചെയ്ത് എഴുതുന്ന ഓപ്പറേറ്ററാണ് നോട്ട്. അടുത്താണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. സോ ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, ലൈക്ക് സിംഗിൾ ആംബർസാൻഡ്, സിംഗിൾ പൈപ്പ് സിമ്പിൾ, എക്സ്പൊണൻഷ്യൽ സിമ്പിൾ, ഇങ്ങനെയുള്ള കുറച്ച് സിമ്പിൾസ്, റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ്, ഇതെല്ലാം എന്താണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. Then comes increment or decrement operators. So double plus symbols double minus symbols ആണ് increment operators എന്ന് പറയുന്നത്. ഇപ്പം 4++ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗിൽ എന്താണ് അർത്ഥം? 4++ എന്ന് പറഞ്ഞാൽ 1 ഇൻക്രിമെന്റ് ചെയ്യും, ദാറ്റ് ഇസ് 5 പോകും. നമ്മൾ പ്രോഗ്രാമിംഗ് ലൂപ്സ് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, 4++ എന്ന് പറഞ്ഞാൽ 5 എന്നും 4 എന്ന് പറഞ്ഞാൽ 2 കുറയ്ക്കുമല്ല 1 കുറയ്ക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. ദെൻ കംസ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്, ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പം ഇത്രയുമാണ് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ഉള്ള ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ, ലോജിക്കൽ, ബിറ്റ് വൈസ്, ഇൻക്രിമെന്റ്, കണ്ടീഷണൽ. അപ്പം ഇത്രയും ഇത് മുഴുവനും നമ്മൾക്ക് വന്നില്ലെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക്, അസൈൻമെന്റ്, കമ്പാരിസൺ, ലോജിക്കൽ, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമ്മൾ മിക്കവാറും പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നതാണ്. സോ വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, ഇത് മൂന്നും ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ C++, ജാവ ഏതെടുത്താലും നിങ്ങൾക്ക് പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാർട്ട് അവസാനിക്കുകയാണ്. ഇനിയും കമ്മിങ് വീഡിയോസിൽ ബാക്കി പഠിക്കാം.